പ്രിയമുള്ളവരെ, ഇന്ന് ഈശോയുടെ രാജ്യത്തെ തിരുനാളാണ്. ആ രാജ്യത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ എവർക്കും നേരുകയാണ്. നമ്മുടെ കുട്ടികൾ റാലിയൊക്കെ ആയിട്ട് അല്ലേ, ഈശോ രാജാവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ. നമ്മൾ അടുത്ത ആഴ്ചയാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളൊക്കെ റെഡിയാവുക. എന്താണ് പറയേണ്ടത്? എന്താണ് നിങ്ങൾ പറയാറ്? സാധാരണ അങ്ങനെ പറഞ്ഞ് നമ്മൾ പോവാറില്ലേ? എന്ത് പറഞ്ഞാൽ നമ്മൾ പോവാറ്? കുട്ടികൾ എന്താണ് ഒന്നും രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് പറഞ്ഞാൽ നമ്മൾ പോവാറ് സാധാരണ? ഒരു കുട്ടിയെങ്കിലും കൈവയ്ക്ക് കാര്യം പറഞ്ഞേ. ആ ആ ആ ജയ് ജയ് ക്രിസ്തു രാജൻ അല്ലേ, ക്രിസ്തു ഞങ്ങളുടെ നേതാവ്, ക്രിസ്തു ഞങ്ങളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് എന്താണെന്നുള്ള ഒരു കുറച്ച് നേരം നമ്മൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. ഈശോ നമ്മുടെ രാജാവാണ് എന്ന് പറയാൻ എന്താണെന്ന് മനസ്സിലാക്കണം. ഈശോ പറയുകയാണ്, പിലാത്തോസിനോട് പറയുകയാണ്, എന്താ പറയുന്നത്? എൻ്റെ രാജ്യം ഐഹികമല്ല. എന്താണ് എൻ്റെ അർത്ഥം? ഞാനാണ് ഈ ലോകം സൃഷ്ടിച്ചത്, ദൈവം. പക്ഷേ എൻ്റെ രാജ്യം എവിടെയല്ല? ലോകത്തിലല്ല എന്നാണ് ഈശോ. അപ്പോൾ എവിടെയാണ് ഈശോയുടെ രാജ്യം? പറയാം, പെട്ടെന്ന് പറ. എവിടെയാണ് ഈശോയുടെ രാജ്യം? ഈശോയുടെ രാജ്യം എവിടെയാണ് പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. സ്വർഗത്തിലല്ലേ? അതായത് പറുദീസയിലാണ്. എവിടെയാണ്? പറുദീസയിലാണ്. അതുകൊണ്ടാണ് ആ നല്ല കളറോട് ഈശോ പറയുന്നത് എന്താണ്? നീ എന്നോടുകൂടെ പറുദീസയിലാണ്. മനസ്സിലാവും? ഇതാണ്. അപ്പം നല്ല കള്ളം കിടന്ന് കഷ്ടപ്പെടണം. ഏത്? മരണശ്വാസം വലിക്കണം. കുളം പറയുന്നു ഈശോയെ, നീ രാജ്യത്തിൽ ചെല്ലുമ്പോൾ എന്നെയും ഓർക്കണം നീ. അപ്പോൾ കറക്റ്റായിട്ട് ഈശോ പറയാണ്, നീ എന്നോടുകൂടെ പറുദീസയിലായി. അപ്പോൾ ഈശോയുടെ രാജ്യം എവിടെയാണ്? പറുദീസ. ഏദൻ തോട്ടത്തെയാണ് പറുദീസ എന്ന് പറയുന്നത്. പറുദീസ ഒരു ഗ്രീക്ക് വാക്കാണ്. ഏദൻ തോട്ടത്തെ ഗ്രീക്കിൽ പറയുന്നതാണ് പാരഡൈസ്. പറുദീസ. ഈ പറുദീസ വാക്ക് കേൾക്കുമ്പോൾ നമ്മളെവിടെയായിരുന്നു? പറുദീസയിലായി അല്ലേ? പറുദീസയിലായിരുന്നു ആര്? ആദവും ഹവ്വയും. അവരങ്ങനെ സന്തോഷമായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് അല്ലലില്ലാണ്ടൊക്കെ മുന്നോട്ട് പോയി. ദൈവം എല്ലാ ദിവസവും അവരുടെ കൂടെ വരായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് സന്തോഷമായിട്ട് പോകുമ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാം അല്ലേ? അവർ ദൈവ കൽപ്പന ലംഘിച്ചു. പഴം തിന്നതാണോ പാപം? പഴം തിന്നതല്ല പാപം. അവർ ദൈവ കൽപ്പന ലംഘിച്ചതാണ്. അത് അന്ന് ഇന്നും സെയിമാണ്. മനസ്സിലാവും? ആ പഴവും ആ മറ്റു കാര്യങ്ങളെല്ലാം പറയുക സിംബോളിക്കായിട്ട് ലാംഗ്വേജിലാണ് പറയുന്നത്. ആ കാലഘട്ടത്തിലെ ചില കഥകളൊക്കെ കടമെടുത്തിട്ടുണ്ട്. അത് ലിറ്ററാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ കൊണ്ട് വ്യാഖ്യാനിക്കാനായിട്ട് പോകരുത്. അപ്പം ഇതെല്ലാം പറയുന്ന ഒരു കാര്യമാണ് പറുദീസയിൽ എന്താണ്? ആ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ ഇത് സംഭവിച്ചു. ദൈവമായിട്ടുള്ള ഐക്യം, ആ സ്നേഹം ഒക്കെ നഷ്ടപ്പെട്ട് ഇത് സംഭവിച്ചു. പറുദീസയിൽ നമ്മൾ പുറത്താക്കപ്പെടുകയാണ്. നമുക്ക് വിഷമായി. കാരണം അന്ന് വരെ ഒന്നിനെ പറ്റി ചിന്തയില്ല, ആകുല ചിന്തയില്ല. ഇപ്പോൾ എന്താണ്? കഷ്ടപ്പെടണം അല്ലേ? അതിൻ്റെ ശാപങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അയോഗ്യത മൂലമാണ് പറുദീസയിൽ നിന്ന് പുറത്തായത്. നമുക്കതിനകത്ത് വല്ലാത്ത വിഷമമുണ്ട്, അസ്വസ്ഥതയുണ്ട്. പക്ഷെ അതിലും അപ്പുറം വിഷമിക്കുന്നവനാണ് ആര്? ദൈവം. അതുകൊണ്ടാണ് ദൈവം പാപം ചെയ്ത് നമ്മൾ ദൈവത്തിന് അകന്നു പോയി. അതുകൊണ്ടാണ് കാലസമ്പൂർണ്ണതയിൽ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകാൻ. അതിനെപ്പറ്റി യോഹന്നാൻ സ്ലീപ്പുകാർ പറയുന്നു, തൻ്റെ സ്വന്തം പുത്രനെ നൽകാൻ തത്വം ദൈവം ലോകത്തെ അത്രമാത്രം തൻ്റെ സ്വന്തം പുത്രനെ നൽകാൻ തത്വം ദൈവം ലോകത്തെ അത്രമാത്രം. അതായത് യഹൂദരുടെ പാപ പരിഹാരം എന്ന് പറയുന്നത് കാളകളെ ബലിയർപ്പിക്കലായിരുന്നു. അതായത് രക്തം ചിന്താതെ പാപമോചനം ഇല്ല. ആ ഒരു കാഴ്ചപ്പാട് ആ സമൂഹത്തിൽ, നമ്മുടെ പഴയ സമൂഹങ്ങളൊക്കെ നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള മൃഗബലികൾ അല്ലെങ്കിൽ മനുഷ്യരെ തന്നെ കുറിച്ച് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വിവിധ കൾച്ചറുകളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്, രക്തം ചിന്താതെ പാപം. ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട്, മനുഷ്യന്റെ മനസ്സിലൂടെ മൂലമായിരിക്കുന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈശോ വന്നത്. ഈശോ കുരിശിൽ മരിച്ച് രക്തം ചിന്തി. ആ രക്തം ചിന്തി അവിടുന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയാണ്. അപ്പോൾ ആ പാപത്തിന് പരിഹാരം നമുക്ക് ലഭിച്ചു. അതായത് അതോടുകൂടി ആ ഈശോ
എന്താണ് കൽവരിയിൽ മരിച്ചു, അവിടുന്ന് ശരീരവും രക്തം അർപ്പിച്ചു മരിച്ചു. 3 മണി സമയമായി കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പ്രകൃതി മുഴുവൻ അതിൻ്റെതായ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ദേവാലയത്തിന് തിരശ്ശീല കീറി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വർഗം അടയ്ക്കപ്പെട്ടത് തുറക്കപ്പെടുകയും കൂടിയും പറുദീസ നമുക്ക് വേണ്ടി അടയ്ക്കപ്പെട്ടത് ഇപ്പോൾ തുറക്കപ്പെടുകയും ചെയ്തു. ആരുടെ യോഗ്യതയിലാണ്? നമ്മളുടെ യോഗ്യതയിലല്ല, മറിച്ച് നിഷ്കളങ്കനായ കുഞ്ഞാടിന്റെ രക്തം. ആ രക്തം അവിടെ നിന്ന് തെറ്റ് ചെയ്യാണ്ട് അവിടെ പീഡിപ്പിക്കപ്പെട്ടു. ദൈവപിതാവ് തൻ്റെ മകനെ പീഡിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട് വിട്ടുകൊടുത്തതാണ് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി. അതോടുകൂടി സ്വർഗം നമുക്കായിട്ട് വീണ്ടും തുറക്കപ്പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗമാണ്, പറുദീസയാണ്. ഈ ഒരു കാഴ്ചപ്പാട് ആണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് സ്വന്തമാക്കേണ്ടതായ കാര്യം. എന്നാലും നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-25 അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ദൈവം സിംഹാസനത്തിലിരിക്കുകയാണ്, എല്ലാ ദൂതന്മാരോടും കൂടെ മനുഷ്യപുത്രൻ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവർ തന്നെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത വചനം പറയുന്നത് അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്പരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്പരിയാടുകൾ തന്നെ വലതുവശത്തും കോലാടുകളെ ഇടതുവശത്തും. അപ്പോ ഇവിടെ രാജ്യത്തിന്റെ പ്രത്യേകതയും പറയുന്നു. അവിടെ ആ രാജ്യത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ആർക്കാണ് പ്രവേശനം ലഭിക്കുന്നത്? അതാണ് ഈശോ പറയുന്നത്. ആ രാജാവ് പറയുകയാണ്, വലതുഭാഗത്തുള്ളവരോട് പറയുകയാണ്, എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വരും, എൻ്റെ രാജ്യത്തിലേക്ക് വരും. കാരണം എന്താ? ഇവിടെ ശ്രദ്ധിച്ച്, എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവർ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവശരെ സഹായിക്കുന്ന വ്യക്തികൾക്കാണ് ഈ രാജ്യം എന്നാണ് ദൈവം പറയുക, വ്യക്തമായിട്ട് പറയുക. ഇനി ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആ രാജ്യത്തിന്റെ ഒരു സവിശേഷത കാണും. അതുപോലെ തന്നെ വെളിപ്പാടിന്റെ പുസ്തകത്തിൽ, അതാണ് നമ്മൾ വായിച്ചു കേട്ടത്, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ രാജ്യത്തിന്റെ മഹിമ പ്രഭാവം അത് യോഹന്നാൻ കാണിച്ചു കൊടുക്കുകയാണ് വെളിപ്പാടിലൂടെ. എന്താണ്? അനന്തരം സ്വർഗം തുറക്കപ്പെട്ടതായി ഞാൻ കണ്ടു, ഇതാ ഒരു വെള്ളക്കുതിര, അതിന്റെ പുറത്തിരിക്കുന്നവൻ രാജാവ് വിശ്വസ്തനെന്ന് സത്യവാണെന്ന് വിളിക്കപ്പെടുന്നു. അവൻ നീതിയോടെ വിധിക്കുകയും പട്ടപ്പൊരുതുകയും ചെയ്യുന്നു. അവന്റെ മിഴികൾ തീനാളം പോലെയാണ്, അവന്റെ ശിരസിൽ അനേക കിരീടങ്ങൾ. രാജാവിന്റെ ശിരസിലാണ് കിരീടങ്ങൾ. ഈ രാജാവിന്റെ ശിരസിൽ അനേക കിരീടങ്ങളാണ്. അവൻ ആലേഖം ചെയ്യപ്പെടുന്ന നാമമുണ്ട്, അത് അവനല്ലാതെ മറ്റാരും അറിഞ്ഞുകൂടാ. അവൻ രക്തത്തിൽ മുക്കിയ മേൽക്കി ധരിച്ചിരിക്കുന്നു. അവൻ വിളിക്കപ്പെടുന്ന നാമം ദൈവവചനം എന്നാണ്. എന്നിട്ട് പിന്നീട് സൈന്യത്തെ പറ്റി പറയുകയാണ്. സ്വർഗീയ സൈന്യങ്ങൾ ശുഭ്രവും നിർമ്മലവുമായ മൃദുല വസ്ത്രമണിഞ്ഞ് വെള്ള കുതിരകളെ പുറത്ത് അവനെ അനുഗമിക്കുന്നു. കണ്ടോ? ഇതാണ് ആ സ്വർഗത്തിന്റെ ദർശനം. ഒരു യെശയ്യാ പ്രവാചകനൊക്കെ സ്വർഗത്തിന്റെ ദർശനത്തെ പറ്റി പറയുന്നു. അപ്പൊ ഇതാണ്. അപ്പൊ ഈ രാജ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഞാൻ പറയുക. അത് മരണശേഷം ലഭിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം. ഈ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനെപ്പറ്റിയുള്ള വചനമാണ് എന്താണ് വെളിപ്പാടിന്റെ പുസ്തകത്തില് ഈ എങ്ങനെയാണ് ഈ രാജ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് ഈ രാജാവ് പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു വന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടൊത്ത് അവൻ എന്നോടൊത്തും വിരുന്നിനിരിക്കും. വിജയം ഭരിക്കുന്നവൻ ഞാൻ വിജയം ഭരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു. സിംഹാസനം, രാജാവ്, രാജത്വം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കും.
അല്ലെങ്കിൽ ദൈവത്തിനായി ഹൃദയം തുറന്നു കൊടുക്കുന്ന ആളുകൾക്ക് ഇത് അനുഭവിക്കാനായിട്ട് സാധിക്കും. വളരെ വ്യക്തവും കൃത്യവുമായ ഭാഷയിൽ ഈശോ പറയുക. ഹൃദയം തുറന്നു കൊടുക്കുക. ഇനി മറ്റൊരു വചനം പറയുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാവും. ഹൃദയം തുറന്നു കൊടുക്കുക എന്നാണ് പറയുന്നത്. ഹൃദയം തുറന്നു കൊടുക്കുന്നവരിൽ ഈശോ വന്ന് വസിക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ 14-ാം അധ്യായത്തിലെ വളരെ കൃത്യമായിട്ട് മറ്റൊരു ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ഈശോ എങ്ങനെയാണ്, ആരിലാണ് രാജാവായിട്ട് വരുന്നതൊക്കെ എന്നാണ് പറയുക. ഈശോ പറയുകയാണ്, ശ്രദ്ധിച്ച്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസം ഉറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഹൃദയം തുറന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു പരമാവധി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ എന്ത് സംഭവിക്കും? ഞാൻ വരും, അവരുടെ ഇടയിൽ വന്ന് അവൻ്റെ ഉള്ളിൽ വന്ന് വാസം ഉറപ്പിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ദൈവ രാജാവാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. യുഗത്തിലും പരത്തിലും അവരല്ലാതെ മറ്റൊരു രാജാവില്ല. പക്ഷെ ദൈവഭക്തർക്ക് അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കും. അത് ആർക്കാണ് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ആ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ രാജ്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ആർക്കാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക്, ദൈവവചനം അനുസരിച്ച് ഹൃദയം രൂപീകരിക്കുന്നവർക്ക് അത് ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കാനായിട്ട് സാധിക്കും. ആ ഒരു തലത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും ഈശോയുടെ രാജ്യം നമുക്ക് അനുഭവിച്ച് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈശോയെ അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ രാജ്യത്തിൽ നിന്നുള്ള പങ്കാളികൾ ഒരിക്കൽ കൂടി അത് സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്ക്